Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, സ്ലീഹാകാലം 5-ാം ഞായറാഴ്ച തിരുവചന വായനകളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നത് ദൈവവചനത്തോടുള്ള വിശ്വസ്തതയും സത്യത്തിനും വേണ്ടി സഹനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ധൈര്യപൂർവം ദൈവത്തിന് സാക്ഷ്യം നൽകണം എന്നാണ്. ഓരോ ക്രൈസ്തവൻ്റെയും വിളി അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ പറയുന്നു, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ആടുകളെ എന്നതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന്. ഈ വാക്കുകൾ ക്രൈസ്തവ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ വ്യക്തമാക്കുന്നു. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവന് എല്ലായ്പ്പോഴും പ്രശംസയും അംഗീകാരവും ലഭിക്കണമെന്നില്ല. എന്നാൽ ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിക്കുകയും അതിനനുസൃതമായി ജീവിക്കുകയും ചെയ്യുന്നവൻ ലോകത്തിനു മുൻപിൽ ഒരു ശക്തമായ സാക്ഷിയാകുന്നു. ഇന്നത്തെ ആദ്യത്തെ വായനയിൽ നാം കാണുന്നത് മോശയും അഹ്റോനും ഫറവോയുടെ മുൻപിൽ നിൽക്കുന്ന രംഗമാണ്. മാനുഷികമായി നോക്കുമ്പോൾ അവർ ദുർബലരാണ്. അവരുടെ മുൻപിൽ നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തരായ ഭരണാധികാരികളിൽ ഒരാളാണ്. എന്നാൽ അവർ സ്വന്തം ശക്തിയിലല്ല, ദൈവത്തിൻ്റെ വചനത്തിലും വാഗ്ദാനത്തിലും ആശ്രയിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ നിന്നോടുകൂടി ഉണ്ടാകും എന്ന ദൈവത്തിൻ്റെ ഉറപ്പാണ് അവരുടെ ധൈര്യം. അവർ ഭയപ്പെട്ടില്ല, കാരണം അവർ സ്വന്തം ദേശമല്ല, ദൈവത്തിൻ്റെ സന്ദേശമാണ് അറിയിച്ചത്. രണ്ടാം വായനയിൽ പ്രവാചകനായ ജെറമിയായുടെ അനുഭവം നാം കാണുന്നു. ദൈവവചനം പ്രസംഗിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടന്നു. സത്യം പറയുന്നവരെ ലോകം പലപ്പോഴും സ്വീകരിക്കാറില്ല. എങ്കിലും ജെറമിയ തൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറിയില്ല. ദൈവമേൽപ്പിച്ച ദൗത്യം നിറവേറ്റാൻ അദ്ദേഹം സന്നദ്ധനായി. മൂന്നാമത്തെ വായനയിൽ വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ തൻ്റെ ജീവിതാനുഭവം പങ്കുവയ്ക്കുന്നു. ഈ നിക്ഷേപം ഞങ്ങൾ മൺപാത്രങ്ങളിലാണ് വഹിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ദൈവകൃപ എന്ന മഹത്തായ നിക്ഷേപം ദുർബലരായ മനുഷ്യരിലാണ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പീഡനങ്ങളും കഷ്ടതകളും സഹിച്ചെങ്കിലും പൗലോസ് തളർന്നില്ല, കാരണം അദ്ദേഹത്തിൻ്റെ ശക്തി ക്രിസ്തുവിൽ നിന്നാണ് വന്നത്. ഇന്നത്തെ സുവിശേഷം ഈ വായനകളെയെല്ലാം ഒരുമിച്ച് ബന്ധിപ്പിക്കുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരോട് ഭയപ്പെടരുതെന്ന് 3 തവണ ആവർത്തിച്ചു പറയുന്നു. അവരെ ഭയപ്പെടേണ്ട, ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലപ്പെട്ടവരാണ്. ഭയമാണ് സാക്ഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു. മനുഷ്യരെ ഭയന്ന് പലപ്പോഴും നമ്മൾ സത്യത്തെ മറയ്ക്കുന്നു, വിശ്വാസത്തെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒതുക്കുന്നു. എന്നാൽ ക്രിസ്തു നമ്മെ ധൈര്യത്തോടെ ജീവിക്കുവാൻ വിളിക്കുന്നു. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ദൈവവചനമാണ്. ദൈവവചനം കേൾക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളാണ് ആത്മീയമായി വളരുന്നത്. ഇന്ന് പല വീടുകളിലും ടെലിവിഷനും മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും ധാരാളം സമയം പിടിച്ചെടുക്കുന്നു. എന്നാൽ കുടുംബമായി ഒരുമിച്ചിരുന്ന് വചനം വായിക്കാനും പങ്കുവയ്ക്കാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് സമയം കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ദൈവവചനം വെറും പുസ്തകങ്ങളിലെ അക്ഷരങ്ങളല്ല, അത് ജീവനുള്ള ദൈവത്തിൻ്റെ ശബ്ദമാണ്. വചനത്തിലൂടെയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. നമ്മുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്നതും പ്രതിസന്ധികളിൽ ആശ്വാസം നൽകുന്നതും ജീവിതത്തിന് ദിശാബോധം നൽകുന്നതും ദൈവവചനമാണ്. ഒരു വീട്ടിൽ ബൈബിൾ ഉണ്ടാകുന്നത് കൊണ്ട് മാത്രം പോരാ, അത് തുറക്കപ്പെടണം, വായിക്കപ്പെടണം, ജീവിക്കപ്പെടണം. കുടുംബ പ്രാർത്ഥനയുടെ ഭാഗമായി ദിവസവും ഒരു ചെറിയ ഭാഗമെങ്കിലും വായിക്കുന്ന പതിവ് ഓരോ കുടുംബങ്ങളിലും ഉണ്ടാകണം. കുട്ടികൾ ദൈവവചനവുമായി വളരുമ്പോൾ അവർ നല്ല മൂല്യങ്ങളോടും ആത്മീയ ബോധ്യങ്ങളോടും കൂടിയാണ് വളരുന്നത്. ക്രിസ്ത്യാനി എന്നത് വെറും ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരാളല്ല, ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഒരാളാണ്. യേശു പറയുന്നു, മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ ഞാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഏറ്റുപറയും. ഇന്ന് സാക്ഷ്യം നൽകുക എന്നത് പ്രസംഗവേദിയിൽ നിൽക്കുക മാത്രമല്ല, നമ്മുടെ സത്യസന്ധത, സ്നേഹം, ക്ഷമ, കരുണ, സേവനം എന്നിവയിലൂടെ
ക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് യഥാർത്ഥ സാക്ഷ്യം. ഒരധ്യാപകൻ തന്റെ ജോലിയിൽ ആത്മാർത്ഥത പുലർത്തുമ്പോൾ അദ്ദേഹം സാക്ഷ്യം നൽകുന്നു. ഒരു ഡോക്ടർ രോഗികളോട് കരുണ കാണിക്കുമ്പോൾ അദ്ദേഹം സാക്ഷ്യം നൽകുന്നു. മാതാപിതാക്കൾ വിശ്വാസത്തിൽ മക്കളെ വളർത്തുമ്പോൾ അവർ സാക്ഷ്യം നൽകുന്നു. ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ കോപ്പിയടിക്കാതെ സത്യസന്ധമായി എഴുതുമ്പോൾ അവനും ജീവിത സാക്ഷ്യം നൽകുന്നു. നമ്മുടെ ജീവിതം തന്നെയാണ് ഏറ്റവും ശക്തമായ പ്രസംഗം. വാക്കുകൾ കേൾക്കുവാൻ ആളുകൾ തയ്യാറാകണമെന്നില്ല, എന്നാൽ ജീവിതം എല്ലാവരും കാണുന്നു. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് സഹനങ്ങളുണ്ടാകും. യേശു അത് മറച്ചുവെച്ചില്ല. ശിഷ്യന്മാരെ അയക്കുമ്പോൾ തൻ്റെ പീഡനങ്ങളെക്കുറിച്ച് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എന്നാൽ സഹനങ്ങൾ പരാജയത്തിൻ്റെ അടയാളങ്ങളല്ല, അവർ ക്രിസ്തുവിനോടുള്ള ഐക്യത്തിൻ്റെ അടയാളമാണ്. മോശെ എതിർപ്പുകൾ നേരിട്ടു, ജെറമിയ ഗൂഢാലോചന നേരിട്ടു, പൗലോസ് പീഡനങ്ങൾ സഹിച്ചു. യേശു തന്നെ കുരിശ് ഏറ്റുവാങ്ങി. അതിനാൽ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്കും സഹനങ്ങൾ ഉണ്ടാകുന്നത് അസാധാരണമല്ല. ഇന്ന് പലരും വിശ്വാസത്തെ പരിഹസിക്കാം. ചിലർ നമ്മുടെ മൂല്യങ്ങളെ ചോദ്യം ചെയ്യാം. സത്യത്തിനു വേണ്ടി നിൽക്കുമ്പോൾ നഷ്ടങ്ങൾ സംഭവിക്കാം. എന്നാൽ ക്രിസ്തു നമ്മോട് പറയുന്നു, ഭയപ്പെടേണ്ട, ദൈവം നമ്മുടെ കൂടെയുണ്ട്. സഹനങ്ങൾ നമ്മെ തകർക്കാനല്ല, ശക്തിപ്പെടുത്തുവാനാണ്. സ്വർണം തീയിൽ ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ വിശ്വാസം സഹനങ്ങളിലൂടെ കൂടുതൽ ശക്തമാകുന്നു. എല്ലാ മാമോദീസ സ്വീകരിച്ചവരും ഏതെങ്കിലും വിധത്തിൽ സുവിശേഷ പ്രസംഗകരാണ്. അതിനാൽ ഒരു പ്രസംഗകന്റെ ജീവിതത്തിന് ചില പ്രത്യേക ഗുണങ്ങൾ ആവശ്യമാണ്. ഒന്നാമതായി, പ്രാർത്ഥനാ നിരതനായിരിക്കണം. ദൈവവുമായി ബന്ധമില്ലാത്ത ഒരാൾക്ക് ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ കഴിയുകയില്ല. പ്രാർത്ഥനയാണ് എല്ലാ ശുശ്രൂഷകളുടെയും അടിസ്ഥാനം. രണ്ടാമതായി, ദൈവവചനത്തിൽ വളരുന്നവരായിരിക്കണം. സ്വയം വചനം വായിക്കാത്ത ഒരാൾക്ക് മറ്റുള്ളവരെ വചനത്തിലേക്ക് നയിക്കുവാൻ സാധിക്കുകയില്ല. മൂന്നാമതായി, വിനയമുള്ളവനായിരിക്കണം. പ്രസംഗത്തിൻ്റെ ലക്ഷ്യം സ്വന്തം മഹത്വമല്ല, ക്രിസ്തുവിൻ്റെ മഹത്വമാണ്. നാലാമതായി, ജീവിതവും സന്ദേശവും ഒന്നായിരിക്കണം. നാം പറയുന്നതും ജീവിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ നമ്മുടെ സാക്ഷ്യം ശക്തിഹീനമാകും. അഞ്ചാമതായി, സ്നേഹമുള്ളവനായിരിക്കണം. സ്നേഹമില്ലാത്ത പ്രസംഗം ഹൃദയങ്ങളെ സ്പർശിക്കുകയില്ല. യേശുവിൻ്റെ എല്ലാ ശുശ്രൂഷകളുടെയും അടിസ്ഥാനം സ്നേഹമായിരുന്നു. ഇന്നത്തെ സമൂഹത്തിൽ കുടുംബങ്ങൾ അനേകം വെല്ലുവിളികൾ നേരിടുന്നു. ബന്ധങ്ങളുടെ തകർച്ച, തലമുറകൾ തമ്മിലുള്ള അകലം, സാങ്കേതിക വിദ്യയുടെ അമിത സ്വാധീനം, വിശ്വാസത്തിൻ്റെ ക്ഷയം എന്നിവ വർദ്ധിച്ചു വരുന്നു. അതിന് ശക്തമായ ഒരു പരിഹാരം ദൈവവചനത്തിലേക്കുള്ള മടങ്ങിവരവാണ്. ഓരോ കുടുംബവും ചെറിയ സഭയാണ്. കുടുംബ പ്രാർത്ഥനകളും ബൈബിൾ വായനയും കുടുംബത്തിൻ്റെ ആത്മീയ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് സുവിശേഷ ഭാഗം വായിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്ന പതിവ് ആരംഭിക്കാം. കുട്ടികൾക്ക് സമ്മാനമായി വിലയേറിയ ഉപകരണങ്ങൾ നൽകുന്നതിലും വലിയ അനുഗ്രഹമാണ് ദൈവവചനത്തോടുള്ള സ്നേഹം നൽകുന്നത്. വചനത്തിൽ വളരുന്ന തലമുറയാണ് സഭയുടെയും സമൂഹത്തിൻ്റെയും പ്രത്യാശ. പ്രിയമുള്ളവരെ, ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ നമ്മെ 3 പ്രധാന സത്യങ്ങൾ പഠിപ്പിക്കുന്നു. ഒന്നാമത്, ദൈവവചനം നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറയാകണം. രണ്ടാമത്, ഭയപ്പെടാതെ ക്രിസ്തുവിന് സാക്ഷ്യം നൽകണം. മൂന്നാമത്, ക്രിസ്തുവിന് വേണ്ടി സഹനങ്ങൾ വരുമ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. മോശയെപ്പോലെ ധൈര്യമുള്ളവരാകാം, ജെറമിയായെപ്പോലെ വിശ്വസ്തരാകാം, പൗലോസിനെ പോലെ സഹനശക്തിയുള്ളവരാകാം. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളും ഇടവകകളും സമൂഹവും ക്രിസ്തുവിൻ്റെ പ്രകാശം നിറഞ്ഞ ഇടങ്ങളായി മാറും. ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോൾ നമുക്കിപ്രകാരം പ്രാർത്ഥിക്കാം: കർത്താവേ, നിന്റെ വചനം സ്നേഹിക്കുവാനും ധൈര്യത്തോടെ നിനക്ക് സാക്ഷ്യം നൽകുവാനും സഹനങ്ങളിൽ വിശ്വസ്തരായി നിലനിൽക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.